അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. പെന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആകാശത്ത് നിന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലൊരു ശബ്ദമുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവനും നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള തീനാവുകൾ ആകാശത്ത് നിന്നും ഇറങ്ങി അത് അവരുടെ മേലിറങ്ങി അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പെന്തക്കുസ്താ ദിവസം സമാഗതമായപ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ അഗ്നി അഭിഷേകം ശ്ലീഹന്മാരുടെ മേൽ നിറഞ്ഞു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അഗ്നിയാല് അവർ ഓരോരുത്തരും നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതാ പരിശുദ്ധാത്മാവിന്റെ പുതിയൊരു അഭിഷേകത്തിന് വേണ്ടി നമ്മൾ വീണ്ടും ആഗ്രഹിക്കുന്നു. ശ്ലീഹന്മാരുടെ മേൽ വന്നു നിറഞ്ഞ പരിശുദ്ധാത്മാവ്, ശ്ലീഹന്മാരുടെ മേൽ അഗ്നിനാവുകൾ പോലെ ഇറങ്ങി വന്ന അവര് സമ്മേളിച്ചിരുന്ന ആ വീടിനെ കുലുക്കിയ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ രാത്രിയിൽ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങിയെങ്കിൽ, അന്നവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവനും ആത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞുവെങ്കിൽ, ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ പുതിയ ശക്തി, പുതിയൊരു അഭിഷേകമായിട്ട് കടന്നു വരും. നമുക്ക് വിശ്വസിക്കാം. കരങ്ങൾ ഉയർത്തി ഈ പരിശുദ്ധാത്മാവിന്റെ ഒരു അഗ്നി അഭിഷേകത്തിന് വേണ്ടി, ഒരു പുതിയ പെന്തക്കുസ്തായ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട്, ഓ പരിശുദ്ധാത്മാവേ, ആദിമ കൂട്ടായ്മയിൽ ഇറങ്ങിയതുപോലെ, ശിഷ്യ സമൂഹത്തിൽ ഇറങ്ങിയതുപോലെ ഒരു അഗ്നി അഭിഷേകം ഈ കൂട്ടായ്മയിലേക്ക്, ഈ ശുശ്രൂഷയിലേക്ക്, ഇന്നെന്റെ ജീവിതത്തിലേക്ക്, ഇന്നെന്റെ കുടുംബത്തിലേക്ക് അവിടുന്ന് അയക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇരു കരങ്ങളും ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപത്തിന്റെ അന്ധകാരം മാറുവാൻ, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ, യേശുവിന്റെ ശക്തി വെളിപ്പെടുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരഗ്നി അഭിഷേകം, ഒരഗ്നി അഭിഷേകം, ഒരഗ്നി അഭിഷേകം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ, നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് കരങ്ങളടിച്ച് ശക്തിയോടെ അഭിഷേകത്തോടെ പാട്ടുപാടി നമുക്കിപ്പോൾ കർത്താവിനെ ആരാധിക്കാം. വലിയ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് അഭിഷേകാഗ്നി ചൊരിയുക ആത്മാവിനഗ്നി, അഗ്നി അഗ്നി അഭിഷേകാഗ്നി ചൊരിയുക ആത്മാവിനഗ്നി. അഗ്നി അഗ്നി അഭിഷേകാഗ്നി ചൊരിയുക ആത്മാവിനഗ്നി. യേശുവിൽ വളരാൻ, തിന്മയെ ജയിക്കാൻ നിറയ്ക്കുക അഭിഷേകാഗ്നി. യേശുവിൽ വളരാൻ, തിന്മയെ ജയിക്കാൻ നിറയ്ക്കുക അഭിഷേകാഗ്നി. യേശുവിൻ ആത്മാവേ, പരിശുദ്ധാത്മാവേ, യേശുവിൻ ആത്മാവേ, പരിശുദ്ധാത്മാവേ, സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ, വരദാന ഫലങ്ങൾ നൽകൂ. സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ, വരദാന ഫലങ്ങൾ നൽകൂ. അഗ്നി അഗ്നി അഭിഷേകാഗ്നി ചൊരിയുക ആത്മാവിനഗ്നി. അഗ്നി അഗ്നി അഭിഷേകാഗ്നി ചൊരിയുക ആത്മാവിനഗ്നി. വിശുദ്ധിതൻ വെണ്മയമിറയാ, ആത്മാവിനാൽ
ഇന്നീ കൂട്ടായ്മയിൽ ഇന്നീ കൂട്ടായ്മയിൽ യേശുവിനാത്മാവേ പരിശുദ്ധാത്മാവേ യേശുവിനാത്മാവേ പരിശുദ്ധാത്മാവേ സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ വരദാന ഫലങ്ങൾ നൽകൂ സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ വരദാന ഫലങ്ങൾ നൽകൂ അഗ്നി അഗ്നി അഭിഷേകാഗ്നി ചൊരിയുക ആത്മാവിനഗ്നി അഗ്നി അഗ്നി അഭിഷേകാഗ്നി ചൊരിയുക ആത്മാവിനഗ്നി രക്ഷകനാ യേശുവിനെ പാരിൽ ഘോഷിക്കുവാൻ രക്ഷകനാ യേശുവിനെ പാരിൽ ഘോഷിക്കുവാൻ വീണ്ടും ചൊരിയുക വീണാളങ്ങൾ വീണ്ടും നൽകുക അടയാളങ്ങൾ ഇന്നീ കൂട്ടായ്മയിൽ ഇന്നീ കൂട്ടായ്മയിൽ യേശുവിനാത്മാവേ പരിശുദ്ധാത്മാവേ യേശുവിനാത്മാവേ പരിശുദ്ധാത്മാവേ സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ വരദാന ഫലങ്ങൾ നൽകൂ സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ വരദാന ഫലങ്ങൾ നൽകൂ അഗ്നി അഗ്നി അഭിഷേകാഗ്നി ചൊരിയുക ആത്മാവിനഗ്നി അഗ്നി അഗ്നി അഭിഷേകാഗ്നി ചൊരിയുക ആത്മാവിനഗ്നി യേശുവിൽ വളരാൻ തിന്മയെ ജയിക്കാൻ നിറയ്ക്കുക അഭിഷേകാഗ്നി യേശുവിൽ വളരാൻ തിന്മയെ ജയിക്കാൻ നിറയ്ക്കുക അഭിഷേകാഗ്നി യേശുവിനാത്മാവേ പരിശുദ്ധാത്മാവേ യേശുവിനാത്മാവേ പരിശുദ്ധാത്മാവേ സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ വരദാന ഫലങ്ങൾ നൽകൂ സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ വരദാന ഫലങ്ങൾ നൽകൂ സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ വരദാന ഫലങ്ങൾ നൽകൂ ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ഹൃദയത്തെ ശാന്തമാക്കി ഈ രാത്രിയിൽ ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയാം. പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് ഈ നിമിഷങ്ങളിൽ എൻ്റെ പ്രാർത്ഥന കേട്ടുകൊണ്ട് വന്ന് നിറഞ്ഞതിനായി നന്ദി പറയുന്നു എന്ന് നമുക്ക് പറയാം. ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും കർത്താവിൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിലേക്ക് നമുക്ക് കൊണ്ടുവന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നമുക്കിഷ്ടമില്ലാത്ത ദുഃഖകരമായ അനുഭവങ്ങളിലൂടെ ആയിരിക്കാം നാം ഇപ്പോൾ കടന്നു പോകുന്നത്. കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിലൊന്നും സംഭവിക്കാത്തതിനാൽ ഈ കാര്യങ്ങളെല്ലാം ദൈവം അനുവദിച്ചതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന്
സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ആനന്ദം ഈ രാത്രിയിൽ എനിക്ക് നൽകണമേ. എൻ്റെ കുടുംബത്തിലേക്ക് അവിടുന്ന് രാജാവായി സമാധാനത്തിൻ്റെ പ്രഭുവായി കടന്നു വരണമേ. അങ്ങയുടെ പരിശുദ്ധമായ കരങ്ങൾ എൻ്റെ കുടുംബത്തിൻ്റെ മേൽ നീട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാലും പ്രകാശത്താലും എൻ്റെ ജീവിതത്തെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി യേശുവിനെ കണ്ടുകൊണ്ട് ഈ രാത്രിയിൽ നമ്മളെ അനുഗ്രഹിക്കുവാൻ സന്നദ്ധനായി നിൽക്കുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് അവിടുത്തെ പക്കലേക്ക് നമ്മുടെ വിചാരങ്ങളെ ഉയർത്തി, ശബ്ദമുയർത്തി യേശുവിനെ ഏതാനും നിമിഷങ്ങൾ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ മക്കളായ ഞങ്ങൾക്ക് വേണ്ടി ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. വിശുദ്ധ യോസേപ്പ് പിതാവേ, സകല മോക്ഷവാസികളെ, പ്രൈസ് ദി ലോർഡ്. ശാന്തമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കഷ്ടതയുടെ, ദുഃഖത്തിൻ്റെ, കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയായിരുന്നു, കഷ്ടമായി പോയി, അങ്ങനെ സംഭവിക്കേണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ദൈവമേ നീ ഇത് എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചു എന്ന് ദൈവത്തോട് പരാതിപ്പെട്ട് നമ്മൾ ആ നിമിഷങ്ങളിൽ ചോദ്യം ചോദിക്കും. നമ്മുടെ മനസ്സ് നിരാശയ്ക്ക് അടിമപ്പെട്ടു പോകുന്ന സമയമാണത്. എന്നാൽ മനസ്സ് നിരാശയ്ക്ക് അടിമപ്പെട്ടു പോകുമ്പോൾ ദൈവം എപ്പോഴും നമ്മുടെ രക്ഷയ്ക്ക് എത്തുന്നുണ്ട്. അത് തൻ്റെ തിരുവചനത്തിലൂടെയാണ്. ദൈവത്തിൻ്റെ വചനം ആ നിമിഷങ്ങളിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ ആ തിരുവചനത്തിലൂടെ വലിയ ഒരു പ്രകാശത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകൈ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനം ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകലവും അവിടുന്ന് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്, മാറ്റമില്ലാത്ത വാഗ്ദാനമാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകല കാര്യങ്ങളും ദൈവം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു, മാറ്റുന്നു എന്നാണ് ഈ തിരുവചനം നമ്മോട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചനം ധ്യാനിക്കുമ്പോൾ, ഇതിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് വലിയൊരു പ്രത്യാശ നമ്മുടെ മനസ്സിൽ വന്ന് നിറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ധ്യാനിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ദൈവം നന്മയ്ക്കായിട്ട് മാറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതിനൊരു ആഡ്ജക്റ്റീവ് ചേർത്തത് നമ്മൾ വായിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. റോമാലേഖനത്തിന്റെ 8:28. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ആരുടെ ജീവിതത്തിലാണ് ഇടപെടുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെയുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, ആരാണ് ദൈവത്തെ
സ്നേഹിക്കുന്നത്? ആരാണ് ദൈവത്തെ സ്നേഹിക്കാത്തത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാണ് ദൈവത്തെ സ്നേഹിക്കാത്തത്? ഈ ചോദ്യത്തിന് ഉടനെ നിങ്ങൾ ഉത്തരം കണ്ടെത്തും. അതിനെന്താ സംശയം? ദൈവത്തെ നിഷേധിക്കുന്നവര്, നിരീശ്വരവാദികൾ, അവരുടെ ജീവിതത്തിൽ ദൈവം ഒരിക്കലും ഇടപെടുകയില്ല. എന്നാൽ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികൾ ആരാണ്? പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 15:14 ഇതിന് മറുപടി നമുക്ക് യേശു നൽകുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നവ, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നവ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. പ്രൈസ് ദി ലോർഡ്. ആരാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്? ആരാണ് ദൈവത്തിന്റെ സ്നേഹിതര്? ദൈവം പറയുന്ന കൽപ്പനകൾ പാലിക്കുന്നവര്, അനുസരിക്കുന്നവരാണ് ദൈവത്തെ സ്നേഹിക്കുന്നവര്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന എന്ന് അധരം കൊണ്ട് പറയുന്നവരല്ല, നേരെ മറിച്ച് യേശു നൽകിയ കൽപ്പനകള് ജീവിതത്തില് പ്രാവർത്തികമാക്കുന്നവരാണ് ദൈവത്തെ സ്നേഹിക്കുന്നവര്. പ്രൈസ് ദി ലോർഡ്. യേശു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്താണ്? അത് സ്നേഹത്തിന്റെ കൽപ്പനയാണ്. നീ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ യേശു ഒരു പടി കൂടെ മുന്നോട്ട് പോയി പറയുകയാണ്, നീ നിന്റെ ശത്രുവിനെ പോലും സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തില് നീ വെറുക്കുന്നവനായി ഒരു വ്യക്തിയും ഉണ്ടാകുവാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നെ വേദനിപ്പിച്ചവനെ നീ സ്നേഹിക്കണം, നിന്നെ ഉപദ്രവിച്ചവനെ നീ സ്നേഹിക്കണം. അപ്പോഴാണ് നീ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സ്നേഹിതനായി മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ നീ നിന്റെ ശത്രുവിനെ പോലും സ്നേഹിക്കുന്ന അവസ്ഥയില് സ്നേഹത്തിന്റെ ഒരു ജീവിതം നയിക്കുമ്പോൾ നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് യേശു പറഞ്ഞത്. നിന്റെ ജീവിതത്തിൽ ഏത് കഷ്ടാനുഭവങ്ങൾ ഉണ്ടായാലും അതിനെ നന്മയ്ക്കായിട്ട് മാറ്റുവാൻ ആര് കൂടെയുണ്ട്? യേശു കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനൊരു വ്യക്തിയുടെ അനുഭവം പങ്കുവെക്കട്ടെ. വീടിന് തൊട്ട് അടുത്ത് ഉള്ള ഒരു സ്ഥാപനത്തിലാണ് ആ വ്യക്തി ജോലി ചെയ്തിരുന്നത്. വളരെ തൊട്ടടുത്താണ്. 1 രൂപ പോലും വണ്ടിക്കൂലി കൊടുക്കേണ്ട. ഇൻ്റർവെല്ലിന് വേണമെങ്കിൽ വീട്ടിലേക്ക് വരാം, ഉച്ചഭക്ഷണം വീട്ടിൽ വന്ന് കഴിക്കാം. അങ്ങനെ അനേക വർഷങ്ങൾ ഈ സ്ഥാപനത്തിൽ സന്തോഷത്തോടെ ജോലി ചെയ്യുക. പെട്ടെന്ന് ഒരു വർഷം ഈ സ്ഥാപനത്തിൻ്റെ മേലധികാരി ഈ വ്യക്തിയെ ദൂരെയുള്ള ഒരു സ്ഥാപനത്തിലേക്ക് സ്ഥലം മാറ്റി. അതിന് പ്രത്യേക ഒരു കാരണമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഈ ട്രാൻസ്ഫർ കൊണ്ട് ആർക്കും പ്രത്യേകമായൊരു ഗുണവുമില്ല. പക്ഷേ ഈ സ്ഥലം മാറ്റം കിട്ടിയ വ്യക്തിക്ക് ഒത്തിരി നഷ്ടമുണ്ടായി. വണ്ടിക്കൂലി മുടക്കി പോകണം, വീട്ടിൽ നിന്ന് നേരത്തെ പോകണം, ഉച്ചഭക്ഷണം പൊതിഞ്ഞുകൊണ്ട് പോകണം, വൈകുന്നേരം താമസിച്ചേ വീട്ടിലെത്തുകയുള്ളൂ. സാമ്പത്തിക നഷ്ടങ്ങൾ, സമയനഷ്ടങ്ങൾ. ഇതുകൊണ്ട് ആർക്കും ഒരു ഗുണമില്ലല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ വെറുപ്പ് നിറയാൻ തുടങ്ങി. ആരോട്? മേലധികാരിയോട്. അനാവശ്യമായി അദ്ദേഹം എന്നെ ദ്രോഹിക്കുകയാണെന്നുള്ളൊരു ചിന്ത മനസ്സിലങ്ങ് വന്ന് നിറഞ്ഞപ്പോൾ ഈ വ്യക്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഈ മനുഷ്യൻ ക്യാൻസർ പിടിച്ച് മരിക്കണമേ. അത്ര വെറുപ്പായിരുന്നു. പക്ഷേ പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ. മനസ്സിൽ വെറുപ്പുണ്ടെങ്കിലും നമ്മൾ ഇതൊക്കെ ബാഹ്യമായ പ്രവൃത്തികളൊക്കെ ചെയ്യും. നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മളിങ്ങനെ ഒരു കെണിയിൽപ്പെട്ട് ജീവിക്കുകയാണെങ്കിലും ദൈവം നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. നമ്മളെ രക്ഷിക്കുവാനായിട്ട് ദൈവം ഏതെങ്കിലും രീതിയിലുള്ള ക്രമീകരണം ചെയ്യും. ഈ വ്യക്തി ഇങ്ങനെ വെറുപ്പിൽ ജീവിക്കുമ്പോൾ ഒരു വ്യക്തി ഈ ആളോട് സംസാരിക്കുവാനായിട്ടിടയായി. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഈ കാര്യം, ഈ ട്രാൻസ്ഫർ ദൈവം അറിഞ്ഞു നൽകിയതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ട്രാൻസ്ഫർ
ഓർഡർ നിങ്ങൾ മേലധികാരിയുടെ കയ്യിൽ നിന്നല്ല സ്വീകരിക്കേണ്ടത്, പിന്നെ ആരുടെ കയ്യിൽ നിന്ന്? ദൈവത്തിന്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മേലധികാരിയോട് വെറുക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം ദൈവം അനുവദിച്ചിട്ടാണ്, ദൈവം കൽപ്പിച്ചിട്ടാണ് അദ്ദേഹം നിങ്ങളെ അങ്ങോട്ട് മാറ്റിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊരു ഉൾക്കാഴ്ചയാ അദ്ദേഹത്തിന്. അപ്പോൾ ദൈവത്തിൽ നിന്ന് ഈ ദുഃഖകരമായ അനുഭവത്തെ സ്വീകരിച്ച് സന്തോഷത്തോടെ ഈ മേലധികാരിക്ക് വേണ്ടി ഈ വ്യക്തി പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ ഇയാൾ ആരാണ്? ക്ഷമിച്ച് സ്നേഹിക്കുന്ന ഈ വ്യക്തി ആരാണ്? ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാ. ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടാനുഭവങ്ങൾ നന്മയ്ക്കായിട്ട് മാറ്റുമെന്നാണ് പറയുന്നത്. വചനമൊരിക്കലും പൊള്ളവാക്കുകൾ പറയുകയില്ല. അങ്ങനെ അങ്ങ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ദൈവം ഈ വ്യക്തിയുടെ കുടുംബത്തിലേക്ക് അനുഗ്രഹത്തിന്റെ നദികൾ ഒഴുക്കുവാൻ ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് ഒഴുക്കുവാൻ ആരംഭിച്ചത്? അനുഗ്രഹത്തിന്റെ നദികൾ. ഒരു നദിയല്ല, ഒന്നിൽ കൂടുതൽ നദികൾ ഒഴുക്കുവാൻ ആരംഭിച്ചു. ഈ വ്യക്തിയുടെ മൂത്ത മകന് കേന്ദ്ര ഗവൺമെന്റിന്റെ വളരെ പ്രശസ്തമായ ഒരു സ്ഥാപനത്തില് സ്റ്റൈപ്പൻഡോടുകൂടെ പഠിക്കുവാനായിട്ട് ദൈവം കൃപ നൽകി. പ്രൈസ് ദി ലോർഡ്. ഹോസ്റ്റൽ ഫീസ് കൊടുക്കേണ്ട, ഭക്ഷണ ഫീസ് കൊടുക്കേണ്ട എല്ലാം ഗവൺമെന്റ് മാസം മാസം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്തെയും മൂന്നാമത്തെയും കുട്ടികൾക്ക് നല്ല പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടുവാനായിട്ട് യേശു അവസരം ഒരുക്കി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നമ്മുടെ ജീവിതത്തില് ദുഃഖകരമാണ്, നഷ്ടമാണ്, കഷ്ടമാണ് എന്ന് തോന്നുന്ന അനുഭവങ്ങളെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട്, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട്, മനസ്സിൽ ആരോടും വെറുപ്പില്ലാതെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ ആ കഷ്ടാനുഭവങ്ങളെ നന്മയ്ക്കായിട്ട് മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ രാത്രി നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ ആരോടെങ്കിലും മനസ്സിൽ നിങ്ങൾക്ക് വെറുപ്പുണ്ട് എങ്കിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ആ വ്യക്തിയോട് ക്ഷമിച്ച് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ മാത്രമേ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് ഇടപെടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകൈ ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിഷ്കളങ്കമായ നഷ്ടങ്ങളെ പോലും മറ്റൊരു വ്യക്തിക്ക് നേട്ടമാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വായിച്ച ഒരു സംഭവം പങ്കുവയ്ക്കട്ടെ. നോർവേയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ഒരു ആശാരിയായിരുന്നു നൈബാക്കൻ. അദ്ദേഹത്തിൻ്റെ പേര് നൈബാക്കൻ എന്നാണ്. നല്ലൊരു മരപ്പണിക്കാരനാണ്. പക്ഷെ അദ്ദേഹം പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന നല്ല ഭക്തനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ദിവസം ഈ പള്ളിയിൽ ഇവർക്കൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അവിടെയുള്ള ഇടവകാംഗങ്ങളുടെ പഴയ കുപ്പായങ്ങൾ, ഉടുപ്പുകളൊക്കെ ശേഖരിച്ച് ചൈനയിൽ മിഷണറി വേല ചെയ്യുന്ന മിഷണറിമാർക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെ അവരൊരു അനാഥാലയം സെലക്ട് ചെയ്തു. ആ അനാഥാലയത്തിലേക്ക് ഈ പഴയ വസ്ത്രങ്ങൾ പാക്ക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇതിനുള്ള ഈ പെട്ടി അത് മനോഹരമായിട്ടുണ്ടാക്കിയത് നമ്മുടെ ആശാരിയാണ്. അയാളുടെ പേര് നൈബാക്കൻ. പ്രൈസ് ദി ലോർഡ്. വലത് കയറി ഹല്ലേലൂയ. ഹല്ലേലൂയ. പേര് നിങ്ങൾ ഓർക്കേണ്ട ആവശ്യമില്ല, പക്ഷെ കാര്യം ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അദ്ദേഹം മറ്റുള്ളവരുടെ കൂടെ ഈ പെട്ടിയിൽ ഈ പഴയ തുണികളൊക്കെ അങ്ങ് നിറച്ച് ആ പണിയൊക്കെ തീർത്ത് വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുകയാണ്. വീട്ടിലേക്ക് മടങ്ങിയപ്പോഴാണ് അദ്ദേഹം തൻ്റെ പോക്കറ്റ് പരിശോധിച്ചത്. അയ്യോ, പോക്കറ്റിൽ തൻ്റെ കണ്ണടയില്ല. കണ്ണട എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഉടനെ അദ്ദേഹം പെട്ടെന്ന് വിചാരിച്ചു, ഞാൻ ജോലി ചെയ്തിരുന്ന പള്ളി മുറിയിലായിരിക്കും അത് ഉണ്ടായിരിക്കുന്നത്, അവിടെ വെച്ച് നഷ്ടപ്പെട്ടതാണെന്ന് വിചാരിച്ച് അദ്ദേഹം പെട്ടെന്ന് തിരിച്ചു വന്നു. അവിടെയൊക്കെ നോക്കി, പക്ഷേ കണ്ണട തിരിച്ചു കിട്ടിയില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ ഒരു വെളിച്ചം വന്നു. മിക്കവാറും ഇങ്ങനെയായിരിക്കും സംഭവിച്ചത്. എങ്ങനെയാ? ഞാൻ പാക്ക് ചെയ്യുമ്പോൾ കുനിഞ്ഞപ്പോൾ പോക്കറ്റിൽ നിന്ന് എൻ്റെ കണ്ണട ഊരി ഈ പെട്ടിയിൽ വീണിരിക്കാം. ഞാൻ അറിയാതെ തന്നെ പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ടാകും. പ്രൈസ് ദി ലോർഡ്.
ഇത് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന നിഷ്കളങ്കമായ ഒരു നഷ്ടമാണ്. അനേക മാസങ്ങൾക്ക് ശേഷം ഈ ചൈനയിൽ നിന്ന് ഈ അനാഥാലയം നടത്തുന്ന മിഷണറി നന്ദി പറയുവാനായിട്ട് ഇവരുടെ ഇടവകയിൽ വന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയത് വലിയൊരു സമ്മാനമാണ്, വലിയൊരു ഉപകാരമായി പോയി. കാരണം ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ട് കഴിയുന്നൊരു നിമിഷത്തിലാണ് നിങ്ങളുടെ ഈ സമ്മാനം ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഏറ്റവും വലിയ നഷ്ടം എൻ്റെ കണ്ണട നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. എൻ്റെ കണ്ണട നഷ്ടപ്പെട്ടു, വായിക്കാൻ പറ്റുന്നില്ല. കണ്ണട ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങ് തലവേദനയും ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ അവിടെ വേറെ കണ്ണട മേടിക്കാനുള്ള സാഹചര്യമൊന്നുമില്ല. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുക്കളും ദൈവത്തോട്, യേശുവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു, ഞങ്ങൾക്ക് ഒരു കണ്ണട അയച്ചു തരണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ ആ കണ്ണട എനിക്ക് അയച്ചു തന്നതാണ് ഏറ്റവും വലിയ സമ്മാനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ നൈബാക്കൻ ഈ കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ കേട്ടിരുന്ന ഈ ഇടവക്കാരൊക്കെ വിചാരിച്ചു ഈ മിഷണറി പറയുന്നത് ഇവിടുത്തെ കാര്യമായിരിക്കുകയില്ല, വേറെ ഏതെങ്കിലും ഇടവകയിലെ കാര്യമായിരിക്കുമെന്ന് വിചാരിച്ച് അവരങ്ങനെ ചിന്തിച്ചിരിക്കുക. ഈ നൈബാക്കൻ ഈ പള്ളിയുടെ ഏറ്റവും പിറകിലിരുന്ന് ഹൃദയം നിറഞ്ഞ് ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അത്ഭുതകരമായൊരു പ്രവൃത്തിയെ ഓർത്ത് എൻ്റെ നിഷ്കളങ്കമായൊരു നഷ്ടത്തെ ഒരു പാവപ്പെട്ട മിഷണറിക്ക് നേട്ടമാക്കി മാറ്റുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചുവല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓർക്കുക, അതൊരു പഴയ കണ്ണടയായിരുന്നില്ല. ഈ ആശാരി തലേ ദിവസം വാങ്ങിയ പുതിയൊരു കണ്ണടയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് സങ്കീർത്തകന്റെ പ്രകാരം പറയുന്നത്, സങ്കീർത്തനം 61:4 ഇപ്രകാരം അദ്ദേഹത്തിൻ്റെ മനോഹരമായൊരു പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കണം. അദ്ദേഹം ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ. എന്താണ് പ്രാർത്ഥന? കർത്താവേ, അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ. എത്ര മനോഹരമായിട്ടുള്ള ഒരു അലങ്കാരമാണിത്. ദൈവം ഒരു പിടക്കോഴിയാണ്. ഞാൻ ആ പിടക്കോഴിയുടെ ചിറകിൻ്റെ കീഴിൽ ഒളിച്ചിരിക്കുന്ന, സുരക്ഷിതമായി ജീവിക്കുന്ന ഒരു കോഴിക്കുഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. എനിക്കൊന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല, പരുന്തിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല, കഴുകനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല, കൊടുങ്കാറ്റിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല, മഴയെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ഹൃദയത്തെ ശാന്തമാക്കി ദൈവസന്നിധിയിൽ നമുക്ക് നിൽക്കാം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ട അനുഭവങ്ങളോടുള്ള കാഴ്ചപ്പാട് എന്തായിരിക്കണമെന്ന് ഈ രാത്രിയിൽ ഈശോ ഒരിക്കൽ കൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കഷ്ടാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സ് അസ്വസ്ഥമാകും, കയ്പ് നിറയും, സങ്കടമുണ്ടാകും, ചിലപ്പോൾ നിരാശയുണ്ടാകും. പക്ഷേ ദൈവം പറയുന്നു, മകനെ, നീ എന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുവെങ്കിൽ നീ ഒരിക്കലും അസ്വസ്ഥനാകേണ്ട ആവശ്യമില്ല, നീ അസ്വസ്ഥയാകേണ്ട ആവശ്യമില്ല. കാരണം ഈ നഷ്ടത്തെ നേട്ടമാക്കി മാറ്റുവാൻ സാധിക്കുന്ന സർവശക്തനായ ദൈവമാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നഷ്ടചിന്തകളെയും, നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും നിരാശകളെയും ഈ രാത്രിയിലെ പ്രകാശത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്ന യേശുവിൻ്റെ ആ പക്കലേക്ക്, സ്നേഹമുള്ള സാന്നിധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ പക്കലേക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഓ കർത്താവേ, രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഓരോ മകനെയും മകളെയും അങ്ങയുടെ കരങ്ങളിൽ സംരക്ഷണത്തിനും അനുഗ്രഹത്തിനുമായി സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ സംരക്ഷണം ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും അനുഭവിച്ചറിയുവാൻ പറ്റുന്ന രീതിയിൽ അങ്ങയുടെ പരിശുദ്ധമായ കരങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ നീട്ടിയതിനായിട്ട് കർത്താവെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ചിറകിൻ കീഴിലായിരിക്കുവാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുവാൻ എന്നെ അവിടുന്ന് പഠിപ്പിക്കണമേ, പരിശീലിപ്പിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായും എൻ്റെ ജീവിതത്തിൽ കയ്പ് നിറച്ച വ്യക്തികളെ സ്നേഹത്തോടെ സ്വീകരിക്കുവാൻ, അവരോട് ക്ഷമിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കർത്താവെ, അങ്ങനെ യഥാർത്ഥത്തിൽ
അങ്ങയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായി മാറുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിലായിരിക്കുമ്പോൾ ഞാൻ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. കർത്താവെ, ആ സാന്നിധ്യം ഈ രാത്രിയിൽ എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുകരങ്ങളെയും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് ആ സ്നേഹ സാന്നിധ്യത്തെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് സ്വരമുയർത്തി ശബ്ദമുയർത്തി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളുടെ മേൽ അങ്ങയുടെ കരങ്ങൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിൽ അങ്ങയുടെ സ്നേഹം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വേദനിപ്പിച്ചവരോട് നിരുപാധികം ക്ഷമിക്കുവാനും അങ്ങയെ സ്നേഹിക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സ്നേഹിതന്മാരായി രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ജീവിത പങ്കാളികളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ചിറകിൻ കീഴിൽ ഞങ്ങൾ സുരക്ഷിതരായിരിക്കട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ. കൂടെയുണ്ട് യേശുവൻ കൂടെയുണ്ട്, കൂട്ടിനവനെന്നും കൂടെയുണ്ട്. കൂടെയുണ്ട് യേശുവൻ കൂടെയുണ്ട്, സ്വീകരിച്ച് കൂട്ടിനവനെന്നും കൂടെയുണ്ട്. കൈവിടാത്തവൻ നമ്മുടെ കൂടെ. കൂരിരുൾ താഴ്വരെ കൂടെയുണ്ട്, കൂട്ടാളിയായിട്ട് എല്ലാവരും ഉപേക്ഷിച്ചാലും ഒരിക്കലും ഉപേക്ഷിക്കാത്തവനായ കൂട്ടാളിയായിട്ട് കൂടെയുണ്ട്. കൂടെയുണ്ട് യേശുവൻ കൂടെയുണ്ട്, കൂട്ടിനവനെന്നും പരിശുദ്ധമേ, രാത്രിയിൽ ഞങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. യേശുവിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരായി ഞങ്ങളുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുവാൻ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ നിറയപ്പെടുവാനായി പ്രാർത്ഥിക്കണമേ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി സകല അപേക്ഷിക്കണമേ. മോക്ഷവാസികളെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ ഹല്ലേലൂയ. ശാന്തമായിരിക്കും.